എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതം എന്നത് ഒരുപോലെ സുതാര്യമായി ഒഴുകുന്ന ഒരു നദിയല്ല. ചിലപ്പോൾ അത് സമാധാനപരമായ ഒരു ഒഴുക്കായിരിക്കും. ചിലപ്പോൾ അതിശക്തമായ പ്രളയമായി നമ്മെ പരീക്ഷിക്കും. ഈ മാറ്റങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും ഇടയിലൂടെ മനുഷ്യൻ മുന്നോട്ടു പോകുമ്പോൾ അവൻ പലപ്പോഴും എന്തുകൊണ്ടാണ് ഇത് എനിക്ക് സംഭവിക്കുന്നത് എന്ന ചോദ്യവുമായി പൊരുതുന്നു. ഇന്നത്തെ ഈ സന്ദേശം മഹാദേവന്റെ ദൈവിക സാന്നിധ്യത്തിൽ നിന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ നേരിടുന്ന ഓരോ പ്രതിസന്ധിക്കും പിന്നിൽ ഒരു അർത്ഥമുണ്ട്, ഒരു പാഠമുണ്ട്, ഒരു ദിശയുണ്ട്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന തടസ്സങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, മനസ്സിൻ്റെ അസ്വസ്ഥതകൾ ഇവയെല്ലാം വെറും യാദൃശ്ചിക സംഭവങ്ങൾ മാത്രമല്ല. അത് നമ്മെ ഉണർത്താൻ, നമ്മുടെ ശ്രദ്ധയെ തിരിക്കാൻ, നമ്മൾ തെറ്റായ വഴിയിൽ പോയാൽ തിരിച്ചു കൊണ്ടുവരാൻ പ്രപഞ്ചം നൽകുന്ന സൂചനകളാണ്. മഹാദേവന്റെ സന്ദേശം വളരെ വ്യക്തമാണ്. ഭയപ്പെടേണ്ടതില്ല, പക്ഷേ അവഗണിക്കാനും പാടില്ല. പലപ്പോഴും നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ പുറമേ കാണുന്ന കാരണങ്ങളാൽ മാത്രമല്ല, അദൃശ്യമായ ചില ശക്തികളുടെ സ്വാധീനത്താലും ഉണ്ടാകാം. ചിലർ നമ്മുടെ വളർച്ചയെ കാണാൻ ഇഷ്ടപ്പെടില്ല. ചിലർ നമ്മെ പിന്നിലേക്ക് വലിക്കാൻ ശ്രമിക്കും. ഇതൊരു കഥയോ കൽപ്പനയോ മാത്രമല്ല. മനുഷ്യരുടെ മനസ്സിലുള്ള അസൂയയും ദേഷ്യവും ചിലപ്പോൾ ഊർജരൂപത്തിൽ നമ്മെ ബാധിക്കാം. എന്നാൽ മഹാദേവൻ പറയുന്നത് പ്രതികാരം ചെയ്യുകയല്ല, സ്വയം സംരക്ഷിക്കുക എന്നതാണ്. അതാണ് യഥാർത്ഥ ശക്തി. ജീവിതത്തിലെ ഇത്തരം ഘട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആത്മവിശ്വാസവും മനസ്സിൻ്റെ ശുദ്ധിയുമാണ്. നമ്മൾ എത്രയധികം നന്മ ചെയ്യുന്നു, എത്രയധികം സത്യസന്ധമായി ജീവിക്കുന്നു, അത്രയും ശക്തമായ ഒരു സംരക്ഷണ വലയം നമ്മെ ചുറ്റിപ്പറ്റും. പലർക്കും തോന്നും, എന്തുകൊണ്ട് നല്ലവർക്കാണ് കൂടുതൽ പരീക്ഷണങ്ങൾ വരുന്നത് എന്ന്. അതിന് മറുപടി മഹാദേവൻ നൽകുന്നത് ഇങ്ങനെയാണ്: ശക്തരായവർക്കാണ് കൂടുതൽ ഉത്തരവാദിത്വം നൽകുന്നത്. നിങ്ങൾക്ക് അത് സഹിക്കാനും അതിലൂടെ ഉയരാനും കഴിയും എന്നതിനാലാണ് ഈ പരീക്ഷണങ്ങൾ. ഈ സന്ദേശത്തിൻ്റെ ആഴത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന സത്യമാണ്, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാനല്ല, നമ്മെ മാറ്റാനാണ് വരുന്നത്. പലപ്പോഴും നമ്മൾ തകർന്നു പോകുന്നത് പോലെ തോന്നും, എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ പുതുതായി രൂപപ്പെടുകയാണ്. പഴയ ചിന്തകളും തെറ്റായ ബന്ധങ്ങളും അനാവശ്യമായ ആശങ്കകളും എല്ലാം ഈ പരീക്ഷണങ്ങളിലൂടെ അകലുന്നു. അതിനുശേഷം നമ്മൾ കൂടുതൽ ശക്തരായും വ്യക്തമായ ദിശയോടെയും മുന്നോട്ട് പോകാൻ കഴിയും. ഇന്നത്തെ മഹാദേവന്റെ സന്ദേശം നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾക്ക് കാണാനാകാത്ത ഒരു ദൈവിക ശക്തി എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾ ഉറങ്ങുമ്പോഴും, നിങ്ങൾ കരയുമ്പോഴും, നിങ്ങൾ നിരാശയിൽ മുങ്ങുമ്പോഴും, ആ സമയത്ത് പോലും ആ ശക്തി നിങ്ങളെ കാത്തു സൂക്ഷിക്കുന്നു. പക്ഷേ അതിനെ അനുഭവിക്കാൻ നിങ്ങൾ മനസ്സ് തുറക്കണം. നിങ്ങൾക്ക് ഉള്ളിലുള്ള ഭയം, സംശയം, നെഗറ്റീവ് ചിന്തകൾ എന്നിവയെ വിട്ടുകൊടുക്കണം. ജീവിതത്തിൽ ചിലർ അപ്രതീക്ഷിതമായി മാറിപ്പോകും. ഒരിക്കൽ നമ്മളോട് അടുത്തിരുന്നവർ തന്നെ നമ്മെ വേദനിപ്പിക്കുന്നവരായി മാറും. ഇത് സംഭവിക്കുമ്പോൾ നമ്മൾ തകർന്നു പോകും. എന്നാൽ മഹാദേവൻ പറയുന്നു, അത് നിങ്ങളുടെ നഷ്ടമല്ല, അതൊരു ശുദ്ധീകരണമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അനാവശ്യമായവരെ നീക്കം ചെയ്ത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അർഹമായ സമാധാനവും സന്തോഷവും നൽകാൻ പ്രപഞ്ചം തയ്യാറാവുകയാണ്. അതുകൊണ്ട് നഷ്ടങ്ങളെ പേടിക്കേണ്ടതില്ല. ഓരോ നഷ്ടത്തിനും പിന്നാലെ ഒരു വലിയ ലാഭമാണ് ഒളിഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പലപ്പോഴും പുറത്തുള്ള ലോകത്തെ കുറ്റപ്പെടുത്തുന്നു, പക്ഷേ സത്യത്തിൽ നമ്മുടെ ഉള്ളിലെ അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്നത്. നിങ്ങൾ നിരാശയോടെ ചിന്തിച്ചാൽ അതുപോലുള്ള അനുഭവങ്ങൾ തന്നെ നിങ്ങളിലേക്ക് വരും. നിങ്ങൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ അവസരങ്ങൾ തന്നെ നിങ്ങളെ തേടിയെത്തും. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുക.
എന്നത് വളരെ പ്രധാനമാണ്. മഹാദേവന്റെ സന്ദേശം ഇത് തന്നെയാണ്. നിങ്ങളുടെ മനസ്സ് ശുദ്ധമാക്കുക, നിങ്ങളുടെ ചിന്തകൾ പോസിറ്റീവാക്കുക, നിങ്ങളുടെ പ്രവൃത്തികൾ സത്യസന്ധമാക്കുക. ഈ സന്ദേശത്തിൽ പറയുന്ന മറ്റൊരു പ്രധാന കാര്യമാണ് ദൂരം പാലിക്കൽ. നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവരെ തിരിച്ചറിഞ്ഞാൽ അവരോട് പോരാടേണ്ടതില്ല. അവരിൽ നിന്ന് ശാന്തമായി അകന്നു നിൽക്കുക. കാരണം നിങ്ങൾ എത്രയധികം പ്രതികരിക്കുന്നു അത്രയും നിങ്ങൾ നിങ്ങളുടെ ഊർജം നഷ്ടപ്പെടുത്തുന്നു എന്നതാണ്. നിങ്ങളുടെ ഊർജം നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. അത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. ജീവിതത്തിൽ ചില ദിവസങ്ങൾ വളരെ ഇരുണ്ടതായിരിക്കും. എന്ത് ചെയ്യണമെന്നറിയാതെ, ആരെയും വിശ്വസിക്കാൻ കഴിയാതെ, മുന്നോട്ടു പോകാൻ ധൈര്യമില്ലാതെ നിൽക്കുന്ന നിമിഷങ്ങൾ ഉണ്ടാകും. അത്തരം സമയങ്ങളിൽ ഈ സന്ദേശം ഓർക്കുക. ഇത് സ്ഥിരമായ അവസ്ഥയല്ല, ഇത് കടന്നു പോകും. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന വേദന നാളെ നിങ്ങളുടെ ശക്തിയാകും. നിങ്ങളിപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ നാളെ നിങ്ങളുടെ വിജയകഥയുടെ ഭാഗമാകും. ജീവിതത്തിലെ പ്രതിസന്ധികൾ ഒരു പരീക്ഷണമായി മാത്രമല്ല, ഒരു വഴികാട്ടിയായി കൂടി പ്രവർത്തിക്കുന്നു എന്ന സത്യത്തെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മാറ്റം അനുഭവിക്കുന്നത്. മഹാദേവന്റെ ഇന്നത്തെ സന്ദേശം നമ്മെ കൂടുതൽ ആഴത്തിലേക്ക് നയിക്കുന്നത് ഈ തിരിച്ചറിവിലേക്കാണ്. പ്രശ്നങ്ങൾ വരുന്നത് നമുക്ക് എന്തോ നഷ്ടപ്പെടുത്താനല്ല, നമ്മളെ കൂടുതൽ ശരിയായ വഴിയിലേക്ക് തിരിക്കാനാണ്. പലപ്പോഴും നമ്മൾ പിടിച്ചു നിൽക്കുന്ന ചില കാര്യങ്ങൾ, ചില ബന്ധങ്ങൾ, ചില ആഗ്രഹങ്ങൾ നമ്മൾക്ക് വേണ്ടതല്ലായിരിക്കും. എന്നാൽ അവയിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മൾ തയ്യാറാകില്ല. അപ്പോഴാണ് ജീവിതം തന്നെ നമ്മെ അതിൽ നിന്ന് വേർതിരിക്കുന്നത്. അത് വേദനാജനകമായ പ്രക്രിയയായിരിക്കാം, പക്ഷേ അതിൻ്റെ അവസാനത്തിൽ ഒരു ശാന്തതയും വ്യക്തതയും ഉണ്ടാകും. നമ്മൾ അനുഭവിക്കുന്ന നെഗറ്റീവ് സാഹചര്യങ്ങൾ എല്ലാം പുറമേയുള്ള ആളുകളുടെ കാരണമെന്ന് കരുതുന്നത് എളുപ്പമാണ്. എന്നാൽ മഹാദേവൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ഭയം, അസുരക്ഷിത ബോധം, സംശയം എന്നിവയും ചിലപ്പോൾ ഈ സാഹചര്യങ്ങളെ ആകർഷിക്കാമെന്നതാണ്. അതിനാൽ തന്നെ പരിഹാരം തുടങ്ങേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. നിങ്ങൾക്ക് ഉള്ളിൽ സമാധാനമുണ്ടെങ്കിൽ പുറത്തുള്ള ശബ്ദങ്ങൾ നിങ്ങളെ ബാധിക്കില്ല. നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ തകർക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ വളർത്തുക എന്നത് അത്യാവശ്യമാണ്. ഈ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്ന പരിഹാര മാർഗങ്ങൾ ഒരു ചടങ്ങ് മാത്രമല്ല, ഒരു ആത്മപരിശീലനമാണ്. നിങ്ങൾ രാവിലെ ഉണരുമ്പോഴും രാത്രി ഉറങ്ങുമ്പോഴും പ്രപഞ്ചശക്തിയോട് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ ഒരു ഉയർന്ന നിലയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയയാണ്. അത് നിങ്ങൾക്കൊരു സംരക്ഷണ വലയം സൃഷ്ടിക്കുന്നു. പ്രാർത്ഥനയുടെ ശക്തി വെറും വിശ്വാസത്തിൽ മാത്രമല്ല, അത് നമ്മുടെ ചിന്തകളെ ക്രമീകരിക്കുന്നതിലും മനസ്സിനെ ശാന്തമാക്കുന്നതിലും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിലുമാണ്. ക്ഷേത്ര ദർശനം എന്നത് ഒരു ശീലം മാത്രമല്ല, അത് ഒരു ആത്മബന്ധത്തിൻ്റെ അനുഭവമാണ്. പ്രത്യേകിച്ച് ദേവിയുടെ സാന്നിധ്യത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടേതായ ഭയങ്ങളും വിഷമങ്ങളും അവളുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അതായത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ വേദനകളെല്ലാം സമർപ്പിക്കുന്നു. ഇതൊരു മാനസിക ശുദ്ധീകരണമാണ്. എന്നാൽ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രവൃത്തികൾ ഭയത്തിൽ നിന്നല്ല, വിശ്വാസത്തിൽ നിന്നായിരിക്കണം. എന്തെങ്കിലും ദോഷമുണ്ടാകുമോ എന്ന പേടി കൊണ്ടല്ല, എനിക്ക് സംരക്ഷണം ലഭിക്കും എന്ന വിശ്വാസത്തോടെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഫലം ലഭിക്കുന്നത്. വെള്ളി ബിംബം സമർപ്പിക്കൽ പോലുള്ള ആചാരങ്ങൾ ചിലർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു മാർഗമായിരിക്കും. എന്നാൽ അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥം നമ്മുടെ സമർപ്പണമാണ്. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളും ആശങ്കകളും ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അത് നമ്മളെ മാനസികമായി ലഘൂകരിക്കുന്നു. അതാണ് ഈ രീതികളുടെ യഥാർത്ഥ ശക്തി. അതൊരു അത്ഭുത പരിഹാരമല്ല, എന്നാൽ അത് നമ്മളെ ശക്തരാക്കുന്ന ഒരു ഉപാധിയാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്നത് നിങ്ങളുടെ വിജയമാണ് നിങ്ങളുടെ മറുപടി എന്നതാണ്. നിങ്ങളെ താഴെയിടാൻ ശ്രമിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ പ്രതികാരം അവരോട് പോരാടുന്നതല്ല, നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറുകയാണ്. നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ, നിങ്ങൾ വിജയിക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുമ്പോൾ അതാണ് ഏറ്റവും വലിയ വിജയം. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ മറ്റുള്ളവരിലല്ല, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കേന്ദ്രീകരിക്കുക.
ജീവിതത്തിൽ പോസിറ്റീവ് ചിന്തകൾ നിലനിർത്തുക എന്നത് ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ തുടർച്ചയായി വരുമ്പോൾ. എന്നാൽ അതാണ് നിങ്ങൾക്ക് വേണ്ട ഏറ്റവും വലിയ പരിശീലനം. ഓരോ ദിവസവും ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്തുക. നിങ്ങൾക്ക് നന്ദിയുള്ള കാര്യങ്ങൾ ഓർക്കുക. ഇത് നിങ്ങളുടെ മനസ്സിനെ പതിയെ മാറ്റും. ഒരു ദിവസം നിങ്ങൾ തിരിച്ചറിയും, നിങ്ങൾ മുൻപ് ഉണ്ടായിരുന്ന വ്യക്തിയല്ല, നിങ്ങൾ കൂടുതൽ ശക്തനായി മാറിയിരിക്കുന്നു. മറ്റുള്ളവരുടെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം നമ്മെ ബാധിക്കണമെന്നില്ല. നമ്മൾ അനുവദിച്ചാൽ മാത്രമേ അത് നമ്മെ ബാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ മാനസിക അതിരുകൾ നിശ്ചയിക്കുക. നിങ്ങളെ വേദനിപ്പിക്കുന്നവരിൽ നിന്ന് അകലം പാലിക്കുക. ഇത് ദൗർബല്യമല്ല, ഇതൊരു ബുദ്ധിമുട്ടുള്ള പക്ഷെ അത്യാവശ്യമായ തീരുമാനമാണ്. നിങ്ങൾക്ക് സമാധാനം നൽകുന്നവരോടൊപ്പം സമയം ചിലവഴിക്കുക. അത് നിങ്ങളുടെ ഊർജത്തെ വർദ്ധിപ്പിക്കും. ഇന്നത്തെ മഹാദേവന്റെ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യമാണ് വ്യക്തമായി പറയാൻ പോകുന്നത്. നിങ്ങൾ നേരിടുന്ന ഈ ഘട്ടം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല, ഇതൊരു പുതിയ തുടക്കമാണ്. നിങ്ങളിപ്പോൾ ഇരുട്ടിൽ നിൽക്കുകയാണെങ്കിൽ പോലും അതിന് പിന്നിലൊരു പ്രകാശമുണ്ട്. നിങ്ങളിപ്പോൾ വഴിതെറ്റിയതായി തോന്നുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തയ്യാറായിരിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രമാണ്: വിശ്വാസം നിലനിർത്തുക. നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയിൽ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വിശ്വസിക്കുക. ഓരോ ദിവസവും ചെറിയൊരു ചുവട് മുന്നോട്ട് വയ്ക്കുക. പിന്നെ നിങ്ങൾ കാണും, നിങ്ങളുടെ ജീവിതം പതിയെ മാറുകയാണ് എന്നത്. അവസാനം മഹാദേവന്റെ ഈ സന്ദേശം ഒരു ഭയം സൃഷ്ടിക്കാനല്ല, ഒരു ധൈര്യം നൽകാനാണ്. നിങ്ങൾ ശക്തരാണ്. നിങ്ങൾക്ക് ഇത് മറികടക്കാൻ കഴിയും. നിങ്ങൾക്ക് ഒരു നല്ല ഭാവി കാത്തിരിക്കുന്നു. ഈ വിശ്വാസം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകൂ. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവയ്ക്കുവാനായി വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും സമ്പത്തും എന്നും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.